പിണറായി സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി മുടങ്ങില്ല എന്ന വാക്കെല്ലാം ഇപ്പോൾ മഴയത്ത് ഒലിച്ചു പോയിരിക്കുകയാണ്. കാരണം പിണറായി സർക്കാരിന്റെ ഭരണകാലത്തും വൈദ്യുതി മുടങ്ങുമെന്ന് തന്നെയാണ് വൈദ്യുതി വകുപ്പ് തെളിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസായിട്ട് വരുന്ന ഒരു പുതിയ വാർത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇന്ന് വൈകുന്നേരം ചേർന്ന KECBയുടെ ഔദ്യോഗിക യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയങ്ങളിൽ അരമണിക്കൂറാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ വൈദ്യുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. KECB ഇതിപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ്. അന്തരീക്ഷ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നിലവിൽ പ്രവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 41 ഡിഗ്രി വരെ കൂടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിച്ച് ഉയർന്നിരിക്കുന്നു എന്നാണ് വൈദ്യുതി ബോർഡ് പത്രക്കുറിപ്പിൽ പറയുന്നത്. പീക്ക് സമയ വൈദ്യുതി ഉപയോഗം ഇക്കഴിഞ്ഞ ഏപ്രിൽ 27-ന് സർവകാല റെക്കോർഡായ 118.26 ദശലക്ഷം യൂണിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. വൈകുന്നേരം 6-ന് ശേഷമുള്ള വൈദ്യുതി ആവശ്യകതയും ചരിത്രത്തിൽ ആദ്യമായി 6033 മെഗാവാട്ട് എന്ന റെക്കോർഡിലേക്ക് ഉയർന്നുവെന്നാണ് വൈദ്യുതി ബോർഡ് പറയുന്നത്. ഏപ്രിൽ 23-ന് രാത്രി 10:00 1 മിനിറ്റ് നേരം 6195 മെഗാവാട്ട് വരെ ആവശ്യകത കൂടിയെന്നും വൈദ്യുതി ബോർഡ് പറയുന്നുണ്ട്. വൈദ്യുതി ആവശ്യകത ക്രമാതീതമായി ഉയർന്നാൽ പ്രസരണ വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന കനത്ത സമ്മർദ്ദം കാരണം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് വൈദ്യുതി ബോർഡ് അറിയിച്ചിട്ടുള്ളത്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഗ്രിഡ് സ്ഥിരതയ്ക്കായി, അതായത് ഗ്രിഡിന് ഒരു തരത്തിലുമുള്ള പ്രശ്നമുണ്ടാകാതെ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ 30 മിനിറ്റിൽ താഴെയുള്ള വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സ്റ്റേറ്റ് ലോഡ് ഡെസ്പാച്ച് സെന്റർ ചീഫ് എഞ്ചിനീയർക്ക് ഉന്നതതല യോഗം അനുമതി നൽകിയിരിക്കുകയാണ്. ഗ്രിഡിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായാൽ കേരളം മൊത്തത്തിൽ ഒരു ഇരുട്ടിലേക്ക് മാറുമെന്നാണ് ഇന്ന് ചേർന്ന വൈദ്യുതി ബോർഡ് യോഗത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ, അതായത് വൈദ്യുതി ബോർഡിന്റെ ചീഫ് സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നത്. സ്ഥിതിഗതികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം ഓരോ ദിവസവും വിലയിരുത്തുമെന്നും വൈദ്യുതി ആവശ്യകതയിലുണ്ടായ അപ്രതീക്ഷിതമായ വർധനവാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വൈദ്യുതി ബോർഡ് പറയുന്നത്. സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകതയുടെ വളർച്ചാ നിരക്ക് പരിശോധിച്ചാൽ പ്രതിവർഷം ഉണ്ടാകുന്ന ശരാശരി വർധനയേക്കാൾ വളരെ കൂടുതലാണ് ഇക്കൊല്ലം ഉണ്ടായിരിക്കുന്നതെന്നാണ് വൈദ്യുതി ബോർഡ് ഇപ്പോൾ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങും AC-യുടെ ഉപയോഗവും ഇൻഡക്ഷൻ കുക്കറും മോട്ടറും എല്ലാം ഉപയോഗിക്കാൻ പാടില്ല. അതായത് 6 മണി മുതൽ രാത്രി 11 മണി വരെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് വൈദ്യുതി ബോർഡ് പറയുന്നത്. ഈ പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ജനങ്ങൾ കൂടുതലായി ഇഞ്ചക്ഷൻ കുക്കർ ഉപയോഗിക്കാൻ തുടങ്ങിയത് വലിയ രീതിയിലൊരു തിരിച്ചടിയായെന്നും അത് വൈദ്യുതി ആവശ്യകത കുത്തിനെ കൂട്ടാൻ കാരണമായി എന്നാണ് വൈദ്യുതി ബോർഡ് വിലയിരുത്തുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ രാത്രി സമയങ്ങളിൽ AC-യുടെ ഉപയോഗം ഒഴിവാക്കാനാകില്ല എന്നും എന്നാൽ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്താൻ കഴിയുമെന്നും ഇങ്ങനെ ചെയ്യുന്നത് ശരീരത്തിന്റെ ആരോഗ്യകരമായ ഒരു രീതിയിലേക്ക് പോകുമെന്നും വൈദ്യുതി ബോർഡ് പറയുന്നുണ്ട്. അത് വൈദ്യുതി ലാഭിക്കാൻ ഒരു കാരണമാകുമെന്നും ബോർഡ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാലും രാത്രി 6 മണി മുതൽ 11 മണി വരെ ഈ AC, ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കറണ്ട് കൂടുതലായി എടുക്കുന്ന സാധനങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നും ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഫാൻ അങ്ങനെ ഇട്ടുകൊണ്ട് കറണ്ട് കൂടുതലായി ഉപയോഗിക്കാതെ പിടിച്ചു നിർത്തണമെന്നൊക്കെ വൈദ്യുതി ബോർഡുമായി സഹകരിക്കാൻ ജനങ്ങൾ തയ്യാറാവണം എന്നൊക്കെയാണ് വൈദ്യുതി ബോർഡ് പറയുന്നത്. കാരണം 6 മണി മുതൽ 11 മണി വരെ ഇവർ അരമണിക്കൂറിനകത്തെ കറണ്ട് ഓഫ് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം, അതായത് ലോഡ് ഷെഡിങ്ങിലേക്ക് കേരളം വീണ്ടും പോകുന്നു എന്ന് തന്നെയാണ് വൈദ്യുതി ബോർഡ് ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത്. പിണറായി സർക്കാർ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു വിശ്വാസ്യത തകർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വൈദ്യുതി ബോർഡ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചേർന്ന ആ യോഗത്തിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്.